ഇലക്ട്രോപോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 5.1 ആംപ്ലിഫയറിൻ്റെ ഒരു അസംബ്ലിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ആദ്യമായി നമ്മളവിടെ എടുത്തിരിക്കുന്നത് ഒരു 5.1 ക്യാബിനറ്റാണ്. അതിനാവശ്യമായ ഒരു ഫ്രണ്ട് പാനൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റും ബ്ലാക്കും കോമ്പിനേഷനായ രീതിയിൽ ഒരു നല്ലൊരു ഡിസൈനോട് കൂടിയ ഒരു പാനലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പാനലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. മെയിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു മാസ്റ്റർ വോളിയമാണ്, അതുപോലെ ഒരു സബ് വോളിയം, പിന്നെ ഒരു പവർ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, അതുപോലെ ബാസ്, ട്രെബിൾ, സെൻറ്റർ, സറൗണ്ട്, പിന്നെ ഒരു 3-വേ സെലക്ടർ സ്വിച്ചും നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു USB ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഇൻബിൽറ്റായ രീതിയിലാണ് ഇതിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ബോർഡും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. 5 ചാനലിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് TDA7265 IC വെച്ചിട്ടുള്ള ഒരു 5 ചാനൽ ബോർഡാണ്. ഇതിൽ 2 IC 4 ചാനലും അതുപോലെ ഒരു IC ബ്രിഡ്ജ് ചെയ്ത് സെൻട്രൽ ചാനലുമായാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മൾ സബ് ആംപ്ലിഫയർ ബോർഡായി യൂസ് ചെയ്യുന്നത് ഒരു 4 MOSFET വരുന്ന ഒരു ബോർഡാണ്. വിത്ത് ഫിൽറ്ററും കൂടി ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സബ് ആം ബോർഡാണിത്. യൂസ് ചെയ്യുന്നത് ഒരു ഹെവി ട്രാൻസ്ഫോമറാണ്. 27027 ഒരു 8 ആംപിയറിലും, അതുപോലെ 12012 ഒരു 8 ആംപിയറിലും, അതുപോലെ ഒരു 012 ടാപ്പിങ്ങും നമ്മൾ അഡീഷണലായി ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളൊരു ബ്രിഡ്ജ് റെക്ടിഫയർ ബോർഡ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. 27027 അതുപോലെ 12012 ടാപ്പിങ്ങിനായും ഒരു റെക്ടിഫയർ ബോർഡ് നമ്മൾ മുമ്പേ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി ഇതിനാവശ്യമായി വരുന്നത് ഒരു പ്രോലോജിക് ബോർഡാണ്. യൂണിവേഴ്സൽ എന്ന കമ്പനിയുടെ ഒരു 5.1 ഒരു പ്രോലോജിക് ബോർഡാണിത്. ചെയ്യുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള ഒരു ട്രാൻസിസ്റ്റർ ബേസ്ഡ് ഒരു BT ബോർഡാണ്. പിന്നെ ഇതിനാവശ്യമായി വരുന്ന ഒരു USB ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. പിന്നെ ഇതിനാവശ്യമായി വരുന്ന കൺട്രോളുകൾ, പിന്നെ ഇതിന് നല്ല ക്വാളിറ്റിയിൽ ചെയ്യാനായിട്ട് നല്ല കോപ്പർ റോള് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇൻപുട്ട് കൊടുക്കുന്നതിനായി ഷീൽഡ് വയറുകൾ, 3-വേ സെലക്ടർ സ്വിച്ച്, അതുപോലെ സ്പീക്കർ കണക്ടർ, ഇതിനാവശ്യമായ എല്ലാ സാധനവും നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം.
ഫ്രണ്ട്സ്, നമ്മുടെ 5.1 ആംപ്ലിഫയറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ റിവ്യൂ വീഡിയോ ചെയ്യുന്നതാണ്. അടുത്തതായി ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ നോക്കാം. I was calling to say I